ഫ്രണ്ട്സ് എല്ലാവർക്കും 8.0 പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുമ്പോൾ അതിൽ എഴുതുന്ന ചിലതായിട്ടുള്ള ലെറ്റേഴ്സ്, അതായത് ചിലതായിട്ടുള്ള കാൽക്കുലേഷൻസ് കുറച്ചും കൂടി സിമ്പിളാക്കാനുള്ള കുറച്ച് മെത്തേഡായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 4×10⁴ ഈ ഒരു ടേം എടുക്കുകയാണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് മെത്തേഡാണ് അതായത് അതിൻ്റെ ഔട്ട്കം കിട്ടാനുള്ള ഫസ്റ്റ് മെത്തേഡാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ 4×10 എഴുതിയതിന് ശേഷം പവർ എഴുതാൻ വേണ്ടിയിട്ട് ഒരു കീ വേറെ തന്നെ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഫസ്റ്റ് മെത്തേഡിൽ നമുക്ക് ഈ ഒരു സംഭവം നമ്മുടെ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള മെത്തേഡ് നോക്കാം. പിന്നെയുള്ള മെത്തേഡിലെന്ന് ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ലോഗിൻ്റെ അടുത്ത് 10 എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഷിഫ്റ്റ് ഞെക്കിയതിന് ശേഷം ആ 10 ഞെക്കുക. അപ്പം 10 എന്ന് ഉദ്ദേശിക്കുന്നത് അത് ആൻറ്റി ലോഗാണ്. അപ്പോൾ നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ചെയ്തിരിക്കുന്നതിൽ ആ ഒരു റേസ് ടു എന്ന് എഴുതാൻ വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു കീ യൂസ് ചെയ്തു, അതിൻ്റെ ആവശ്യമില്ല. ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അതായത് 4×10⁴ ഈ ഒരു രീതിയിൽ നമുക്ക് കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്തിട്ട് എഴുതാം. ഇത് സെക്കൻഡ് മെത്തേഡാണ്. പക്ഷേ ഇതിനേക്കാളും കുറച്ചും കൂടി സിമ്പിളായിട്ടും അതേപോലെ തന്നെ കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് മൂന്നാമത് വരുന്നത്. അപ്പോൾ ആ മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്താ വേണ്ടത് വെച്ചാൽ ഇവിടെ എക്സ്പോണേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കീ ഉണ്ടാവും, EXP എന്ന് എഴുതിയിട്ട് കാൽക്കുലേറ്ററിൻ്റെ തായിൽ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ മതി. ആദ്യം 4 എഴുതുക, അതിനുശേഷം എന്നുള്ള ആ ഒരു എക്സ്പോണേറ്റിംഗ് കീ ഡയറക്റ്റ് ഞെക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് പവർ റേസ് ചെയ്തിട്ട് എഴുതേണ്ട ആ ഒരു അക്കത്തിലാണോ അത് ഇവിടെ 4 വരുന്നത്, അത് എഴുതിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ഔട്ട്കം നോക്കിയാലും 4 എന്നുള്ളൊരു ഔട്ട്കം തന്നെ കിട്ടുക. അത് 4×10⁴ ഈക്വലാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് നമ്മൾ ചെയ്യുന്ന കണക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള പവർ റേസ് ചെയ്തിട്ടുള്ള ഒരു കണക്കാണ് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിനാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഇവിടെ മൈനസാണ് വരുന്നതെങ്കിൽ പവർ റേസ് ചെയ്തിട്ട് എഴുതുന്ന ആ ഒരു 4ൻ്റെ അടുത്ത് മൈനസ് എന്നുള്ളൊരു സൈൻ ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ അടുത്ത് നെഗറ്റീവിലാണ് ചെയ്യുന്നതെങ്കിൽ 4E -4 എന്ന് എഴുതി കൊടുത്താൽ മതിയാവും, ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും കാൽക്കുലേറ്ററിൽ. അപ്പോൾ അതിൻ്റെ ഔട്ട്കം നമുക്ക് 4×10⁻⁴ ആൻസർ കിട്ടും. ഈ രീതിയിലാണ് നമുക്ക് ടൈപ്പിങ്ങിൻ്റെ മെക്കാനിക്സിൽ കുറച്ച് സ്പീഡാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു എക്സ്പോണേറ്റിംഗ് കീ യൂസ് ചെയ്താൽ. എക്സ്പോണേറ്റിംഗ് എന്ന് വെച്ചാൽ പവർ റേസ് ചെയ്ത് എഴുതുന്നതിന് ഒരു ഈക്വലാണ്. അതിനുശേഷം ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. അതിന് നമുക്ക് ഈ എക്സ്പോണേറ്റിംഗ് കീ ഉപയോഗിച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യം 6 നിൽക്കുക, അതിനുശേഷം റേസ് ടു, അതായത് 10⁻⁻4 അതിനെ E-4 എന്ന് എഴുതി. അടുത്തത് 20×10⁸ നമുക്ക് 20E8 എന്ന് എഴുതാം. അതിനുശേഷം നമുക്കതിൻ്റെ ഉത്തരം കാണാം. ശേഷം കിട്ടിയിരിക്കുന്ന ഉത്തരത്തിൻ്റെ മൊത്തത്തിൽ 108×10⁻²നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ബ്രാക്കറ്റ് ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 108E-2. അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരം ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് 7 ഒന്നുകൾ ഉണ്ട്, അതിനുശേഷം 3 ഒന്നുകൾ. ആ രീതിയിലുള്ളൊരു ഉത്തരമാണ് നമുക്കിവിടെ കിട്ടിയത്. നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് സാധാരണഗതിയിൽ ചെയ്യുന്ന, അതായത് ഈ ഒരു മെക്കാനിക്സ് അല്ലാണ്ട് പവർ റേസ് ചെയ്തിട്ട് എഴുതാൻ നമ്മൾ ഫസ്റ്റും സെക്കൻഡും പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്താലും ഇതേ ആൻസറിൽ തന്നെയാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു എക്സ്പോണേറ്റിംഗ് യൂസ് ചെയ്ത് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളെ കണക്ക് കുറച്ചും കൂടി സ്പീഡിൽ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ആവും. അതുപോലെ തന്നെ എക്സ്പോണേറ്റിംഗ് കീ ഷിഫ്റ്റ് നിൽക്കിയതിന് ശേഷമാണ് ഈ എക്സ്പോണേറ്റിംഗ് കീ നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പൈൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പോണേറ്റിംഗ് കീൻ്റെ ഫംഗ്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോക്കാണ്. അടുത്തൊരു എപ്പിസോഡിൽ ഇതിൽ നല്ല കണ്ടന്റുകളും അതേപോലെ തന്നെ ഇതിൽ നല്ല വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ഇറ്റ്സ് മീ വിഷ്ണു ചെറുവാക്കര സൈനിങ് ഓഫ്.